റോജി എം ജോൺ, ഇതിപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിന് ശേഷം ആ ജാമ്യം ലഭിച്ച ഘട്ടത്തിലടക്കം സെല്ലിന് പുറത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം കാത്തു നിൽക്കുകയും പിന്നീട് ആ വാഹനത്തിലാണ് കന്യാസ്ത്രീകൾ കോൺവെന്റിലേക്ക് പുറപ്പെടുകയും ഒക്കെ ചെയ്തത്. വലിയ അവകാശവാദങ്ങളാണ് ഇപ്പോഴും BJP ഉന്നയിക്കുന്നത്. ഇവരുടെ മോചനത്തിന് വേണ്ടി ആത്മാർത്ഥമായി ശ്രമിച്ചത് തങ്ങളാണ് എന്ന്. പക്ഷേ സഭകൾ വലിയ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദീപികയുടെ മുഖപ്രസംഗത്തിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണോ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും നേരിടുന്നത് അതിന് സമാനമായ തരത്തിലാണ് രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നത് എന്നാണ് വിമർശിക്കുന്നത്. അല്ല, ദീപികയുടെ മുഖപ്രസംഗത്തില് വന്നിരിക്കുന്ന കാര്യങ്ങള് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയാണ്. കാരണം ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഛത്തീസ്ഗഡില് ഭരിക്കുന്നത് BJP ആണ്. ആ സർക്കാരിന്റെ പോലീസാണ് ഈ കന്യാസ്ത്രീകൾക്കെതിരെ ഈ കേസ് കെട്ടിച്ചമച്ച് അവരെ 9 ദിവസത്തോളം ജയിലിലടച്ചത്. നിരപരാധികളായിട്ടുള്ള 2 കന്യാസ്ത്രീകള് 9 ദിവസം അന്യായമായി തടങ്കിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു. ഈ കേസിന് ആസ്പദമായിട്ടുള്ള ഇവരെ പരസ്യ വിചാരണ, ആൾക്കൂട്ട വിചാരണ പോലീസ് സ്റ്റേഷനില് പോലീസ് നോക്കി നിൽക്കെ നടത്തിയത് ബജ്റംഗ് ദളിന്റെ പ്രവർത്തകരാണ്. ആ ബജ്റംഗ് ദളിന്റെ പ്രവർത്തകർ തന്നെയാണ് ഈ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള യുവാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും ഈ പെൺകുട്ടികളെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ഈ കന്യാസ്ത്രീകളെ ഹരാസ് ചെയ്യുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത്. ഇതേ ആളുകൾ തന്നെയാണ്, ബജ്റംഗ് ദളിന്റെയും BJPയുടെയും പ്രവർത്തകരാണ്. ഈ സെഷൻസ് കോടതിയിൽ ഇവരുടെ ജാമ്യാപേക്ഷ വന്നപ്പോൾ അവിടെ വലിയ മുദ്രാവാക്യങ്ങൾ വിളി നടത്തുകയും വലിയ പ്രതിഷേധങ്ങൾ കോടതിക്ക് മുമ്പിൽ സംഘടിപ്പിച്ചുകൊണ്ട് കോടതിനെ ഉൾപ്പെടെ സമ്മർദ്ദത്തിലാക്കി ഈ കേസിനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഒരു നടപടി സ്വീകരിച്ചത്. അതുപോലെ തന്നെ അവര് ഈ NIA കോടതിയിലേക്ക് ഈ കേസ് വിടണമെന്ന് ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ അഭിഭാഷകനാണ്. കാരണം മനുഷ്യക്കടത്ത് നടന്നിരിക്കുന്നു, അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലറകൾക്കുള്ളിൽ തന്നെ കിടക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് സർക്കാർ അഭിഭാഷകരൊക്കെ നടത്തിയിട്ടുള്ള ഇടപെടൽ നമുക്കറിയാം. അപ്പൊ അങ്ങനെ ഈ കേസ് ഉണ്ടാക്കിയതും ഇവരെ ജയിലിലിട്ടതും ഇവർക്ക് ഇത്രയേറെ പീഡനം അനുഭവിക്കേണ്ടി വന്നതും എല്ലാം ഈ BJP, ഛത്തീസ്ഗഡിലെ BJPയും അവരുടെ സർക്കാരും ഒക്കെ നടത്തിയ ഇടപെടൽ കൊണ്ടാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നമ്മളൊക്കെ ഏറെ വേദനയുളവാക്കിയ ഒരു കാര്യം, ഛത്തീസ്ഗഡിലെ BJPയുടെ ഔദ്യോഗികമായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിലൊക്കെ അവർ നടത്തുന്ന പ്രചരണങ്ങൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാക്കൾ, രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെ മറ്റ് നേതാക്കളും ഒക്കെ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വേണ്ടി ശ്രമിക്കുന്നത് അവർ മനുഷ്യക്കടത്തുകാരെയും മതപരിവർത്തനം നടത്തുന്ന ക്രിമിനലുകളെയും സഹായിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസുകാർ നടത്തുന്നത് എന്ന് BJP ഔദ്യോഗിക ഹാൻഡിലുകൾ വഴി ഛത്തീസ്ഗഡിൽ പ്രചരണം നടത്തുകയാണ്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്ന ആളുകൾ ഞങ്ങളാണ് ഇവരെ മോചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളാണ് ഇവരെ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് ലോജിക്കാണ് അതിനകത്തുള്ളത്? ഇതൊക്കെ ആളുകൾക്ക്, ഈ നാടകങ്ങളൊക്കെ ആളുകൾക്ക് മനസ്സിലാവും. ഇതെല്ലാ കാര്യങ്ങളും പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. ആളുകള് അരിയാഹാരം കഴിക്കുന്നവർ, ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാമാന്യ ബോധമുള്ളവരാണല്ലോ പൊതുജനം. അല്ലാതെ എല്ലാവരും മണ്ടന്മാരാണെന്ന് BJPക്കാർ വിചാരിച്ചാൽ. പക്ഷേ അതിനെ ശ്രീ റോജി എം ജോൺ, ഈ BJP പ്രതിരോധിക്കുന്നത് എന്തുകൊണ്ട് ഛത്തീസ്ഗഡിലെ കോൺഗ്രസ്, ഭൂപേഷ് ബാഗൽ അടക്കമുള്ളവരൊന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഇടപെടാനോ ഒന്നും വലിയ താല്പര്യം കാണിച്ചില്ല എന്ന മറുചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് എന്താണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഈ ജയിലിൽ ഈ കന്യാസ്ത്രീകളെ കാണാൻ പോകുമ്പോൾ MP-മാരുൾപ്പെടെയുള്ള ഞങ്ങള് കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊന്നും അവിടെ സന്ദർശനാനുമതി നിഷേധിച്ചുകൊണ്ട് ഞങ്ങളെ അവിടെ പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചത്. ഞങ്ങൾക്ക് ജയിലില് ഈ കന്യാസ്ത്രീകളെ കാണാൻ അനുമതി ലഭിക്കാതിരുന്നപ്പോൾ ആ ജയിലില് വന്ന് ഞങ്ങൾക്ക് അവിടെ കയറാനുള്ള സംവിധാനവും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നത് ഇതേ ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ഇവരെ അന്യായമായി തടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നതാണെന്ന് ഭൂപേഷ് ബാഗൽ പറഞ്ഞ പ്രസ്താവനകളൊക്കെ നമുക്കുണ്ട്. BJPക്കാർ ഇത് കാണാത്ത എന്റെ കുഴപ്പമല്ല. ഇനി അതൊക്കെ പോട്ടെ, ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇതൊക്കെ വസ്തുതകൾ അതായിരിക്കെ ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? അവിടെ ഛത്തീസ്ഗഡിൽ നിന്നുള്ള ദുർഗിൽ നിന്നുള്ള BJPയുടെ MP രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് പാർലമെന്റിൽ എണീറ്റ് നിന്നിട്ട്. അപ്പം കോൺഗ്രസ് ദേശീയ തലത്തിലായാലും ഛത്തീസ്ഗഡിലായാലും കേരളത്തിലായാലും ഒക്കെ ഈ കാര്യങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. ഇവിടെ ഇരട്ടത്താപ്പ് എന്ന് പറയാൻ കഴിയില്ല. കേരളത്തിലെ BJP, ഇവിടെ RSSഉം BJPയുടെ നിരവധി നേതാക്കളും നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, BJP എത്ര ന്യൂനപക്ഷ സ്നേഹം അല്ലെങ്കിൽ ക്രൈസ്തവ സ്നേഹം,
ക്രിസ്തുമസിന് കേക്ക് കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ വീഞ്ഞു കൊണ്ട് കൊടുക്കുന്നു, അരമനകളിൽ കയറുന്നു, പള്ളികളിൽ പോകുന്നു എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിന്റെ ഉള്ളിൽ ഇവർക്ക് എന്താണെന്നുള്ളത് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അത് വളരെ വ്യക്തമായി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ്. അത് മനസ്സിലായി എന്നുള്ള ബോധ്യത്തിൽ ഇനി എന്തെങ്കിലും ഡാമേജ് കൺട്രോൾ നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി ഞങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു ഏറ്റവും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിലിന് മുമ്പിലൊക്കെ വന്ന് കളിച്ച, അവിടെ വന്ന് നിന്ന് ചെയ്ത പരിപാടികളൊക്കെ. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകുന്നില്ല. ഒരു സിനിമയിൽ സുരാജ് കുഞ്ഞാറമ്മോട് പറയുന്നുണ്ട്, എത്രയൊക്കെ മാന്യനായിട്ട് അഭിനയിച്ചാലും ഒടുവിലെ ഉള്ളിലെ ഫ്രോഡ് തള്ളി തള്ളി പുറത്തു വരുമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ BJPയുടെ ഉള്ളിലിരിപ്പ് തള്ളി തള്ളി പുറത്തു വന്നു എന്നുള്ളത്. ഒരു കാര്യം കൂടി, ഇതിലിപ്പോൾ ഈ ജാമ്യം ലഭിച്ചു എന്നത് വസ്തുതയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഇപ്പോൾ BJP അടക്കം അവകാശപ്പെടുന്നത് ഛത്തീസ്ഗഡ് സർക്കാരും അല്ലെങ്കിൽ പ്രോസിക്യൂഷനും ഒക്കെ സാങ്കേതികമായി മാത്രം ഈ ജാമ്യ ഹർജിയെ എതിർത്തു, അതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടുള്ളത് എന്നതാണ്. അങ്ങനെ ഒരു സമീപനം ഇനി ഇതുമായി ബന്ധപ്പെട്ട് തുടർ നിയമ നടപടികളിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഇത് NIAയുടെ കേസാവില്ല, NIA ഏറ്റെടുക്കേണ്ട ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമേ അല്ല എന്ന് കേന്ദ്രമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ നമുക്ക് വിധിപ്പകർപ്പ് കിട്ടുമ്പോൾ മനസ്സിലാവുന്നത് സാങ്കേതികമായി ഇതിപ്പോ NIAയുടെ കേസായി മാറി. മാത്രവുമല്ല, ഇവർക്ക് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചുമത്തിയിരിക്കുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻസ് ആണ്. ഒരു വലിയ കൊടും ക്രിമിനലുകൾക്കൊക്കെ ജാമ്യം കൊടുക്കുമ്പോൾ നൽകുന്ന തരത്തിലുള്ള കണ്ടീഷൻസ് ആണ് ഈ ബെയിലിന് വേണ്ടിയിട്ട് കോടതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇപ്പൊ ജാമ്യം കിട്ടി എന്നുള്ളത് ഇതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പൂർണ്ണമായും നീതി ലഭിക്കണമെങ്കിൽ ഈ കേസ് തന്നെ റദ്ദ് ചെയ്യണം, ഈ FIR റദ്ദ് ചെയ്യണം. കാരണം ഈ കന്യാസ്ത്രീകൾ അവര് ആതുര സേവനം നടത്തുന്നവരാണ്, അവര് പല മിഷൻ പ്രവർത്തനത്തിലാണ്, അതുപോലെ തന്നെ മറ്റു പല പ്രത്യേകിച്ച് ആദിവാസി മേഖലയിൽ വടക്കേന്ത്യയുടെ പല ഭാഗങ്ങളിലും പോയി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പൊ അവരെ നമുക്ക് അനന്തമായ നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. അതൊക്കെ അവരുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഈ കേസ് തന്നെ റദ്ദ് ചെയ്യണം, നമ്പർ 1. നമ്പർ 2, ഈ കേസിൽ യഥാർത്ഥത്തിൽ പ്രതികളായിട്ടുള്ള ആളുകൾ ബജ്രംഗ് ദളിന്റെ നേതാക്കന്മാരും അവിടുത്തെ പ്രവർത്തകരുമാണ്. അവരാണ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ അതിക്രമങ്ങളെല്ലാം നടത്തിയത്. അവര് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഛത്തീസ്ഗഡ് എന്നുള്ള യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു. അതുപോലെ തന്നെ ഈ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും അവരെ കൊണ്ട് നിർബന്ധിച്ച് ഒപ്പിടിപ്പിക്കുകയും ഒക്കെ ചെയ്തുവെന്ന് ഈ പെൺകുട്ടികൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകളകത്തും ഇതില് യഥാർത്ഥ കുറ്റവാളികൾ പുറത്ത് മാന്യന്മാരായി നടക്കുന്ന കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് നിരപരാധികളായവരെ നമ്മൾ പുറത്തിറക്കി ഇനി യഥാർത്ഥ കുറ്റവാളികൾക്ക് അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം. റൈറ്റ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടി ചേരുന്നുണ്ട്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, ഇതാ ദീപികയുടെ പ്രതികരണം എന്നത് അല്ലെങ്കിൽ വിമർശനം എന്നത് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണോ പ്രതിസന്ധി നേരിടുന്നത് അതിന് സമാനമായ തരത്തിൽ തന്നെ ആണ് നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ദുരവസ്ഥ എന്നാണ്. ദീപിക പത്രത്തിൽ അപ്രകാരം വന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു ചൊല്ലുണ്ടല്ലോ, പാലം കടക്കോളം